നമസ്കാരം. ചിങ്ങമാസമായാൽ പിന്നെ കേരളീയർ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഓണം മലയാളികൾക്ക് ഒത്തുചേരലിൻ്റെ നാളുകൾ കൂടിയാണല്ലോ. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട്. ഇന്ന് ഇവിടെ ഡബ്ലിനിലെ ബാൾഡോയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സദ്ഗമയ സത്സംഗിൻ്റെ ഓണാഘോഷമാണ്. നാട്ടിലെ ഓണത്തിൻ്റെ അതേ പ്രതീതി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഓണവിശേഷങ്ങളിലേക്ക്. രാവിലെ 9 മണി തൊട്ടായിരുന്നു പ്രോഗ്രാം. കുറേ പേരൊക്കെ വന്നു, ബാക്കിയുള്ളവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു സൈഡിൽ അത്തപ്പൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേ ഇവിടെ ഇന്നത്തെ പ്രോഗ്രാംസിന് വേണ്ടിയുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. നിലവിളക്കും പറയും ഓണത്തപ്പനും തുളസിത്തറയും ഒക്കെ വെച്ചുകൊണ്ട് നല്ലൊരു അത്തപ്പൂക്കളം തയ്യാറാക്കിയിട്ടുണ്ട്. വിളക്ക് ദീപം കൊളുത്തൽ ചടങ്ങിന് നമ്മുടെ ഇതിലുള്ള മുതിർന്ന എല്ലാ അച്ഛനമ്മമാരും വരണം പോലെ ശുഭം കരോതി കല്യാണം ആരോഗ്യം സമ്പദാ ശത്രുബുദ്ധിർവിനാശായ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദന ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ. ഒരു ഗണപതി സ്തുതിയോടുകൂടി ആരംഭിക്കുകയാണ്. വസന്തിന്റെ ഒരു ഗണപതി സ്തുതിയാണ് അദ്ദേഹത്തെ. അടുത്തതായിട്ട് വെൽക്കം സ്പീച്ചാണ്. എന്നോട് തന്നെ പറയാൻ പറഞ്ഞല്ലോ. എന്ത് വെൽക്കം പറയാൻ, നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു കുടുംബത്തിലുള്ളവർ. ദൈവകൃപയാൽ ജഗദീശ്വരൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഈ നിമിഷം വരെ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. എല്ലാവരും എത്തിച്ചേർന്നു. ഇനിയും പലരും വരാനുണ്ട്. നമ്മുടെ പരിപാടികൾ ഇനി അങ്ങോട്ട് ആരംഭിക്കുകയാണ്. നമ്മൾ 2010 സദ്ഗമയ എന്നൊരു കൂട്ടായ്മ അയർലൻഡിൽ നമ്മൾ ഉടലെടുത്താണ്. അത് കഴിഞ്ഞിട്ട് ഓരോ മാസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മറ്റു കാര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു ലോക സംസ്ഥ സുഖിനോ ഭവന്തു എന്നുള്ളൊരു ആശയവുമായിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതിനകത്ത് എല്ലാവരുടെയും സഹകരണം നമ്മൾ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നു. നമ്മൾ പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സഹവർത്തിത്തോടെയും ജീവിക്കുക എന്നൊരു ആശയത്തോട് ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സദ്ഗമയായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ നമ്മൾ നിരവധി പേർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുത്തത്. നമുക്ക് നമ്മുടെ സദ്ഗമയുടെ കൂട്ടായ്മ നമുക്ക് കൂടുതലധികം ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ ആദ്യമേ തന്നെ ഞാനത് എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ഊട്ടുപുര ഒരുക്കിയിരിക്കുന്ന വിഭവസമൃദ്ധമായ സദ്യയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാഫിൾ ടിക്കറ്റ് ഉണ്ട്. അതിലൂടെ നമുക്ക് അനവധി സമ്മാനങ്ങളും വൗച്ചറുകളും, നമുക്ക് ലെനോവോയുടെ ടാബ്ലറ്റ് വരെ ഉണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും 5 യൂറോയേ ഉള്ളൂ ഒരു ഇതിന്, നമ്മുടെ റാഫിളിന്. അപ്പം 5 യൂറോയ്ക്ക് നമുക്ക് 5 കൂപ്പൺ കിട്ടും.
അപ്പോൾ നിങ്ങളെല്ലാവരും എടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര കൂപ്പൺ വേണമെങ്കിലും എടുക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കാരണം 5 രൂപയുടെ വേണമെങ്കിൽ 10 20 ഒക്കെ നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തോളൂ. കാരണം സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു ഓണം. എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് മഹാബലിയുടെ ആ ഒരു കാലത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ മനുഷ്യരെല്ലാവരും ഒരുപോലെ നമ്മളെല്ലാവരും ജാതി മതവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് കഴിയുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് ആ ഒരു സ്മരണയിലേക്ക് തിരിച്ചു വരാൻ ദീർഘാതുരത്വം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഒരിക്കലും ആശംസകൾ നേരുന്നു. അടുത്തായിട്ട് മംഗളം ഇന്ന് വിനായക ചതുർത്ഥിയാണ്, പറയാൻ വിട്ടുപോയി. അപ്പോൾ ആ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഒരു കീർത്തനവുമായിട്ട് മംഗളം ഇപ്പോൾ വേദിയിലേക്ക് വരും. താങ്ക് യു. എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ മംഗളം. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ഗണേശ കൃതി പാടാൻ പോവുകയാണ്. അപ്പോൾ ഇത് കമ്പോസ് ചെയ്തത് പാപനാശം ശിവനാണ്. ഹംസധ്വനി രാഗത്തിൽ ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് തുടങ്ങുന്നത് മൂലാധാര മൂർത്തി എന്നാണ്. ഒരു കീർത്തനം ആലപിച്ച മംഗളയ്ക്ക് സുഹൃത്തമ്മയുടെ പ്രത്യേകം നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കേരള തനിമയിൽ പരമ്പരാഗത രീതികൾക്ക് പ്രാമുഖ്യം നൽകി അവതരിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി രസകരമായ കായിക വിനോദ പരിപാടികളും പിന്നെ വിഭവസമൃദ്ധമായ സദ്യയുമാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ. നിരഞ്ജന, നേഹ, സ്വര എന്നിവർ കൂടി അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു വിനായക ചതുർത്ഥിയായി അനുബന്ധിച്ചുള്ള ഒരു വിനായക സ്തുതിയും ശ്രീകൃഷ്ണ ഡാൻസ് കൂടിയാണ്. രണ്ടുകൂടെ കോംബോ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സപ്തസ്വര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർഫോമിംഗ് ആർട്സ് ആണ്. അപ്പോൾ നമ്മുടെ തന്നെ മക്കളാണ്. അപ്പോൾ അവർക്ക് എല്ലാവരും നല്ലൊരു പ്രോത്സാഹനം കൊടുക്കണം. അവരെ നമ്മൾ സാമ്പത്തികമായിട്ട്
നല്ല ഒരു മെസ്സേജ് നമുക്ക് തരും. സാധിക്കും. ഇവിടെ സംഗീതത്തിലുള്ള എല്ലാ നല്ലവരായ മലയാളി സുഹൃത്തുക്കൾക്കും മലയാളി മംഗമാർക്കും എൻ്റെ നമസ്കാരം. ഓണം എന്ന് കേൾക്കുമ്പോൾ ഒരു ഗതകാല സ്മരണം ഓരോ മലയാളികളും ഉണർത്തുന്നതാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഒരു ആഘോഷമാണ്. ആഘോഷം തുടങ്ങുന്നത് അത്തം നാൾ തൊട്ട് ഏകദേശം 2 ആഴ്ച ഇവിടെ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ്. പക്ഷേ ഇന്ന് ആ കാലഘട്ടമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓണം ആഘോഷം ഏതാനും മലയാളം ചാനലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ ആ ആഘോഷം ചാനലുകളിൽ മാത്രമാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് ഈ ഡബ്ലിനിൽ ഇന്ന് നിങ്ങൾ തകർക്കുകയാണ്. ഓണം ആഘോഷം നിങ്ങൾ വളരെയധികം ഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വേണ്ട എഫർട്ട് എടുത്ത ഓരോ അംഗങ്ങളോടും എനിക്കുള്ള കൃതജ്ഞത ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്നു. അത് മനോഹരമായ ഒരു ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിച്ച സത്യമ്മയുടെ പ്രത്യേകം നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അടുത്തായിട്ട് മാവേലിനാട് സോങ്ങായിട്ട് നമ്മുടെ കൊച്ചു കൂട്ടുകാരെത്തുന്നുണ്ട്. അതിൽ വരുന്നത് അദ്വൈത്, അനുശ്രീ, നിയുക്ത, നവിഘ്ന, നിഹാര, രോഹൻ. അടുത്തതായിട്ട് വേദിയിൽ അവന്തിക അരവിന്ദൻ. പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ
രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മ ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് അറിഞ്ഞിട്ട് നാട്ടിൽ നിന്നും ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അതാരാണെന്നല്ലേ? ദേ കണ്ടോളൂ. ഓണാശംസകൾ. വളരെ ഡിലേ ആയതിന് ക്ഷമിക്കുക. എൻ്റെ ഫ്ലൈറ്റ് വളരെ ഡിലേ ആയിപ്പോയി. ഇവിടെ അവസാനം നമസ്കാർ ട്രാവൽസ് എത്താതെ വളരെ പിടിച്ചിട്ടാണ് എത്തിച്ചത്. നമസ്കാർ ട്രാവൽസിന് വളരെ നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും സദ്യ കഴിച്ചിട്ട് എല്ലാവരും ഫോട്ടോ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഉണ്ട്. ഇന്ന് നടന്ന എല്ലാ പ്രോഗ്രാംസും അവതരിപ്പിച്ച എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ മാവേലി എല്ലാവരോടും കാര്യവിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഒപ്പം ഫോട്ടോയും എടുത്തതിന് ശേഷമാണ് തിരിച്ചു പോയത്.
നാടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീരൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുടുക്കുമുടുക്കുമിടയിലെ പ്രോഗ്രാംസ് നടന്ന സെയിം ഹാളിൽ തന്നെയായിരുന്നു സദ്യയും. അതുകൊണ്ട് സദ്യ കഴിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രോഗ്രാംസ് കാണാൻ പറ്റി. പാടത്തെ പാട്ടിൽ നിന്നോർത്തെടുക്കാം ഈണങ്ങൾ, മേടത്തിൽ ചിങ്ങത്തിൽ പൂത്തിറങ്ങും വർണ്ണങ്ങൾ, എണ്ണിത്തീരുന്നെങ്കിൽ ചൊല്ലിത്താ കഥകൾ നിറയും പല മട്ടുക്കും പാട്ടുകൾ പാടിത്താ. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. നമ്മുടെ തിരുവാതിരകളി കേട്ടോ, ആരംഭിക്കുക കേട്ടോ. നമ്മുടെ തിരുവാതിരകളി കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിലെ തനതായ നമ്മുടെ അഭിമാനം, നമ്മുടെ നൃത്തരൂപം തിരുവാതിര വേദിയും. താങ്ക് യു. അതുപോലെ പ്രകോപനം തിരുവാതിര കേട്ടോ, എല്ലാവർക്കും അഭിനന്ദനമുണ്ട്. Tagadiyam, 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 tagadiyam.
പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം. പാട്ടുദുഃഖം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കയുക്കുമുരുക്കുമിളയിലെ ഇവിടെ റാഫേൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ നറുക്കെടുപ്പാണ് അടുത്തത്. ആദ്യം വരുന്ന മൂന്നാം സമ്മാനമാണ്. Number 25. നമ്പർ 25. നമ്പർ 25. മൂന്നാം സമ്മാനം എഴുതുവായിക്ക് വിശ്വാസം നൽകുന്ന ഒരു മനോഹരമായ ഒരു സമ്മാനമാണ്. ഈ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മൾ മംഗളയെ വേദിയിലേക്ക് ക്ഷണിക്കണം. മംഗളം മനോഹര പ്രൈസാണ്, വെയിറ്റുള്ള പ്രൈസാണ് കേട്ടോ. ഒരു ഓപ്പൺ എടുത്തോളൂ. രണ്ടാം സമ്മാനം 97. അതെ സഞ്ജു. രണ്ടാം സമ്മാനം നമ്മുടെ സഞ്ജുവിനാണ്. ജൂബിലി സ്റ്റുഡിയോയുടെ മാനേജിംഗ് ഡയറക്ടർ എല്ലാം. അപ്പം സഞ്ജുവിന് അതിന്റെ ഭാഗ്യമുണ്ട്. സഞ്ജു രണ്ടാം സമ്മാനം വിളിച്ചിരിക്കുകയാണ്. ഇനി ഒന്നാം സമ്മാനമാണ് അടുത്തത്. ഒന്നാം സമ്മാനം ടാബ്ലറ്റും ഒരു വൗച്ചറുമാണ്. ലെനോവോയുടെ 220 യൂറോ വിലയുള്ള ഒരു ടാബ്ലറ്റും പിന്നെ ഒരു വൗച്ചറുമാണ് വരുന്നത്. First prize goes to 165. 165. So first prize goes to Sanju, 165. ഒന്നാം സമ്മാനം ഓസ്കാർ ട്രാവൽസ് കൊടുക്കുന്ന ഒരു വൗച്ചറും പിന്നെ ലെനോവോയുടെ ഒരു 64 GB 4G ഒരു ടാബ്ലറ്റാണ്. ഇതിന് കറൻസി 220 യൂറോ വിലയുള്ളതാണ്. നമ്മുടെ സഞ്ജുവാണ് ഭാഗ്യവാൻ. നമ്മുടെ ഇന്ന് വിനായക ചതുർത്ഥി നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യവാൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ ആ പ്രായമുള്ള അച്ഛനെ വിളിക്കും. അപ്പോൾ എല്ലാവരും കൈവെടുത്ത് ഈ അച്ഛൻ നമ്മൾ രണ്ടു വാക്ക് പറയും. നമ്മുടെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ വ്യക്തിയാണ്. നമ്മൾ രണ്ടു വാക്ക് പറയും. എല്ലാവർക്കും നമസ്കാരം. ഓണാഘോഷ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ നാട്ടിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷവും ഈ ഓണാഘോഷം പങ്കെടുത്തിരുന്നു. ഇക്കൊല്ലം ഭാഗ്യമുണ്ടായി. വളരെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് കുട്ടികൾക്കും അതിനുശേഷം ലേഡീസിനുമായിട്ടുള്ള കസേരകളിയാണ്.
ഇത് ആപ്പിൾ ഡാൻസ് എന്ന് പറയുന്ന ഗെയിമാണ്. കപ്പിൾസാണ് ഇതിൽ പങ്കെടുത്തത്. ഇത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് വെച്ചാൽ ആപ്പിള് ഇങ്ങനെ വെക്കണം, എന്നിട്ട് ചെറുതായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യണം. ആപ്പിള് താഴെ വീണാൽ ഔട്ടാവും. അതാണ് ഗെയിം. അടുത്തത് ഈ ഒരു ഗെയിമാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പാർട്ടിസിപ്പൻസിനും പഴം കൊടുത്തിട്ടുണ്ട്. അത് കൈ ഉപയോഗിക്കാതെ വാ വെച്ച് തന്നെ പൊളിച്ച് കഴിക്കണം. അങ്ങനെ ചെയ്യുന്ന ആളായിരിക്കും വിന്നർ. നമ്മളുടെ 2024 സദ്ഗമ്യ അവതരിപ്പിക്കുന്ന ഓണം ആഘോഷങ്ങൾക്ക് ഇപ്പോൾ തിരശ്ശീല വീഴുകയാണ്. ഇവിടെ കൂടിയ എല്ലാവർക്കും, ഈ പരിപാടി അവതരിപ്പിക്കാൻ നിന്ന എല്ലാ കൂട്ടായ്മയായി നിന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വൈൻഡപ്പ് ചെയ്തു. വളരെ നല്ല ഒരു ഓണാഘോഷം തന്നെയായിരുന്നു. ഓണത്തിന് നാട്ടിലെത്താൻ പറ്റാത്തവർക്കൊക്കെ ഇതേപോലത്തെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക്. ഇപ്പം നാട്ടിലൊക്കെ ജനിച്ച് വളർന്നവരാണെങ്കിൽ ഓണം എന്താണെന്നും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ എന്താണെന്നും കടകളിലൊക്കെ കാണപ്പെടുന്ന ആ ഓണത്തിരക്കുകളും ഒക്കെ അറിയാം. പക്ഷേ മറ്റു രാജ്യങ്ങളിലൊക്കെ ജനിച്ച് വളർന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും അത്രയ്ക്ക് അറിയണമെന്നില്ല. ഇതേപോലെയൊക്കെയുള്ള പരിപാടികളിൽ കൂടെയാണ് അവർക്ക് കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അവർ വലുതാവുമ്പോൾ അവരുടെ ഓർമ്മകളിലെ ഓണത്തെപ്പറ്റി ചോദിച്ചാൽ ഒരു പക്ഷേ ഇതൊക്കെ തന്നെയായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക. ഇന്നത്തെ ഈ ഒരു ഓണാഘോഷ പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ സദ്ഗമയുടെ ഓണാഘോഷം എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും ഭംഗിയായിട്ട് എല്ലാം നമ്മളെ ടൈം എല്ലാം കീപ്പ് ചെയ്തു. ആദ്യം തൊട്ട് അവസാനം വരെയും ഒരേ ഒരു വൈബിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ, മാവേലിയുടെ എഴുന്നള്ളത്ത്, എല്ലാ കാര്യങ്ങളും നല്ല മനോഹരമായിട്ട് കൊണ്ടുപോയി. അത് സദ്യയാണെങ്കിലും അതിഗംഭീരമായിട്ട് ഊട്ടുപുര ഒരുക്കിയ നല്ല വിഭവസമൃദ്ധമായ സദ്യ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദിയുണ്ട്. വരും സദ്ഗമയുടെ പരിപാടികളിലും എല്ലാവരുടെയും സഹകരണം സാദരം പ്രതീക്ഷിച്ചുകൊള്ളുകയാണ്. നിങ്ങൾ എല്ലാവരും ഇനിയുള്ള നമ്മുടെ മന്ത്ലി പ്രെയർ മീറ്റിങ്ങുകളിലും ബാക്കിയുള്ള എല്ലാ കൂട്ടായ്മയിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. വളരെ സന്തോഷമായിരുന്നു. നല്ല അടിപൊളി ദിവസമായിരുന്നു സദ്ഗമയുടെ ഓണം. ഞങ്ങളെല്ലാവരും തകർത്തു. ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ഓണം കേട്ടോ. അടുത്ത വർഷം എല്ലാവരും കാണണേ. താങ്ക് യു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ. എത്ര ഓണക്കാലം കഴിഞ്ഞാലും മലയാളികൾക്ക് പറയാൻ ഓർക്കാൻ ഒരു ഓണക്കഥയുണ്ടാവും. മലയാളികൾക്കിടയിൽ അത്രയധികം ആഴമുണ്ട് ഓണം എന്ന ഉത്സവത്തിന്. ഏവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. നന്ദി.